വിലയേറിയ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ സുഖവും ദുഃഖവും നിറഞ്ഞതാണ് മനുഷ്യജീവിതം എന്നത് ഒരു സാർവത്രിക സത്യമാണ്. സത്യത്തിനു വേണ്ടി പോരാടുകയും എന്നാൽ ആ പോരാട്ടത്തിൽ തിരിച്ചടികൾ നേരിടുകയും ചെയ്യുന്നവരുടെ ഭാവചലനങ്ങൾ ഈ നാടകത്തിൽ പ്രതിഫലിക്കുന്നു. ധനസമ്പാദനത്തിനുള്ള മനുഷ്യന്റെ വ്യഗ്രതയിൽ ഞെരിഞ്ഞമരുന്ന സത്യം, നീതി, സ്നേഹം തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങൾ ഈ നാടകത്തിൽ തെളിമയാർന്ന് പ്രകാശിക്കുന്നു. ആ തെളിമയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ നാടകം. ഒന്നാം വർഷ വൈദിക വിദ്യാർത്ഥികൾ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ജ്യോതിർഗമയ. എന്താണ് ഇങ്ങനെ? മണി 2 കഴിഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്താ നീ പറഞ്ഞേ? ഇങ്ങനെ തന്നെ ശിക്ഷിക്കണോ? വേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇന്ന് ഉറങ്ങുന്നില്ലേ? നിനക്കുറങ്ങാമായിരുന്നില്ലേ? ഞാനത് ശീലിച്ചിട്ടില്ല. ഉറങ്ങിക്കോളൂ. എന്നോട് തന്നെയാണോ ഈ പറയുന്നത്? സ്വസ്ഥമായി. എനിക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല. എന്തുണ്ടായി? മണിക്കൂർ ഏറെ ആയല്ലോ ഈ മുറിയിൽ കയറിയിട്ട്. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് തെറ്റുപറ്റിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങേക്ക് തെറ്റുപറ്റുകയോ? ഒരു ജഡ്ജിക്ക് ഒരിക്കലും തെറ്റുപറ്റാൻ പാടില്ലെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് ശരിയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ. അടിസ്ഥാനം അതാണ്. പിന്നെ എന്താണ് ഒരു കുറ്റബോധം പോലെ? ഇന്ന് എനിക്കൊരു കത്ത് കിട്ടി. ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് തെറ്റുപറ്റിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിട്ട് എല്ലാം ഞാൻ റെഫർ ചെയ്തു. ഇല്ല, എനിക്ക് തെറ്റുപറ്റിയില്ല. ആരുടേതാണ് കത്ത്? മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയുടേത്. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കം? വായിച്ചു നോക്കൂ. ഏമാനെ, ഈ കത്ത് അങ്ങേക്ക് കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ എഴുതുകയാണ്. ഒരു പക്ഷേ ഈ കത്ത് അങ്ങേക്ക് കിട്ടിയാൽ അങ്ങ് ഇത് വായിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുകയില്ല. കാരണം അങ്ങയുടെ വിധി നടപ്പിലായി കഴിഞ്ഞിരിക്കും. നാളെ പുലരുന്നതിന് മുൻപേ എൻ്റെ ജീവൻ നിയമത്തിൻ്റെ കാവൽ ഭടന്മാർ എൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയിരിക്കും. മരണത്തിന് നിമിഷങ്ങളും കാത്തിരിക്കുന്ന ഞാൻ ഒരു സത്യം അങ്ങേ അറിയിക്കുവാനാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ നിരപരാധിയാണ് ഏമാനെ. ഞാൻ ആ കൊലപാതകം ചെയ്തിട്ടില്ല.
ആ സ്ത്രീയെ ഞാനല്ല കൊന്നത്. പക്ഷേ എല്ലാം എനിക്കെതിരായിരുന്നു. സത്യം പരാജയപ്പെട്ടു. സത്യത്തിന്റെ പോയ്മുഖം ധരിച്ച പിശാചുക്കൾ രക്ഷപ്പെട്ടു. സാരമില്ല. ഈ വൈകിയ വേളയിൽ അങ്ങയോട് ഒരു പക്ഷേ കഴിയുമെങ്കിൽ അനാഥയായ എൻ്റെ മകളെ രക്ഷിക്കൂ. 2 കണ്ണുമില്ലാത്ത അവളെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്ത ഞാൻ എൻ്റെ പൊന്നുമോളെ അനാഥയാക്കിയിട്ട് പോവുകയാണ്. ഇനി എനിക്കൊന്നും പറയാനില്ല. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങേക്ക് നന്മ വരുത്തട്ടെ. ഈ കഥ സത്യമായിരിക്കുമോ? ആയിരിക്കും. മരണത്തിന്റെ നിമിഷവും കാത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കള്ളം പറയില്ലല്ലോ. അപ്പൊ അങ്ങയുടെ വിധി തെറ്റായിരിക്കാം. ഇതെങ്ങനെ സംഭവിച്ചു? സത്യത്തെ സത്യമായി ധരിപ്പിക്കുന്നതിൽ പോലീസും വക്കീലും വിജയിച്ചു. അത് തെറ്റല്ലേ? അതാണ് കോടതി. അവിടെ സത്യത്തിന് വിലയില്ല. സത്യമാണെന്ന് തെളിയിക്കാനുള്ള മിടുക്കേ വേണ്ടു. ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം അവസാനിച്ചു. ഈ ശാപം ഒരിക്കലും നീങ്ങുകയില്ല. ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ സംഭവം നിയമത്തിന്റെ ഒരു കണിക പോലും അയാൾക്ക് അനുകൂലമായിരുന്നില്ല. എത്ര വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തെളിയിച്ചിരുന്നു. മേൽക്കോടതികളും ഇന്ത്യൻ പ്രസിഡന്റും എന്റെ വിധിയെ ശരിവെച്ചു. മുൻപ് അങ്ങനെ തന്നെയാണല്ലോ പതിവ്. ഈ കേസില് അങ്ങേക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. വിധി നടപ്പിലായി. ഇത് ചിന്തിച്ചത് കൊണ്ടും മനസ്സ് വേദനിച്ചത് കൊണ്ടും എന്താണ് കാര്യം? വചനമില്ലെന്നറിയാം, എങ്കിലും വേദനിച്ചു പോകുന്നു. ആരാണ് കൊല്ലപ്പെട്ടത്? ഒരു വേശ്യയായ സ്ത്രീ ഇവിടുത്തെ പ്രസിദ്ധമായ ഹോട്ടൽ മുറിയിൽ വെച്ച് വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. ആ സ്ത്രീയെ ആ ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അയാളായിരുന്നു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വന്ന് കിടക്കൂ. ദാഹിക്കുന്നു. എന്ത് വേണം? അല്പം വെള്ളം. മോളെ വിജി, മോൾ എന്തിനാ കരയുന്നത്? മോൻ, എന്റെ മോൻ. നിന്റെ മോൻ എന്ത് പറ്റി? ജിമ്മി കടിച്ചോണ്ട് പോയി. ജിമ്മി പുറത്തല്ലേ? അവൻ അകത്തേക്ക് വന്നില്ലല്ലോ. ഇല്ല, കടിച്ചോണ്ട് പോയി. ചേട്ടാ, ചേട്ടാ, എന്റെ റോക്കി മോൻ ചത്തു. ജിമ്മി കടിച്ചു കൊന്നു. നമുക്ക് ജിമ്മിക്ക് നല്ല തല്ല് കൊടുക്കാം. നീ പോയി കിടന്നുറങ്ങൂ. ചേട്ടൻ നാളെ പുതിയ മോനെ വാങ്ങിത്തരാം. നാളെ വാങ്ങിത്തരുവോ? വാങ്ങിത്തരാം. 2 എണ്ണം വാങ്ങിത്തരുവോ? ശരി, 2 എണ്ണം വാങ്ങിത്തരാം. പോയി കിടന്നുറങ്ങൂ. എന്നാ ചേട്ടൻ വാ, ഇന്ന് നമുക്ക് 2 പേർക്കും കൂടി കിടക്കാം. നീ ചേച്ചിയുടെ കൂടെ ഇല്ല കിടക്കാറ്. ചെല്ല്. ഇല്ല, ജിമ്മി വരും. അവൻ കടിക്കും. ജിമ്മി കള്ളനാ. ജിമ്മി പുറത്തല്ലേ മോളെ? മുകളിലേക്ക് വരില്ല. മോള് വാ. ഇല്ല, ഞാനിന്ന് ചേട്ടന്റെ കൂടെ കിടക്കുകയുള്ളൂ. പറഞ്ഞരിച്ചിരിക്കൂ. ചേച്ചിയോട് പോയി കിടക്കൂ. ചേച്ചി, ചേട്ടൻ വഴക്ക് പറഞ്ഞു. പറഞ്ഞത് അനുസരിക്കാഞ്ഞിട്ടല്ലേ ചേട്ടൻ വഴക്ക് പറഞ്ഞത്? മോള് നല്ല കുട്ടിയായി ചെന്ന് കിടക്ക്. ചെല്ല്. ചേച്ചി വാ. ചേച്ചി ഇപ്പൊ വരാം. മോള് ചെല്ല്. വിജയെ കുറിച്ച് ഓർക്കുമ്പോ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല.
എന്ത് ചെയ്യാം, സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ജീവിതം. സുഖം അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് കാലം എത്രയായി? നിന്റെ വെറും തോന്നലാണത്. അല്ല, അനുഭവിച്ച സത്യം. ഒരളവോളം ശരിയാകാം, പക്ഷെ മനസ്സ് വേദനിക്കരുത്. എല്ലാം നന്മയ്ക്ക് വേണ്ടിയെന്ന് കരുതി ആശ്വസിക്കൂ. എനിക്ക് അങ്ങനെ ആശ്വസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടില്ല? പലതുണ്ട്. എനിക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിഞ്ഞില്ല. നീ എന്റെ ഭാര്യയാണ്. പേരിന് അല്ല, അർത്ഥത്തിലും. അങ്ങേക്ക് എങ്ങനെ പറയുവാൻ സാധിക്കുമായിരിക്കും. എന്നാ ഒരു നല്ല ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് എനിക്കറിയാം. എനിക്കതിന് സാധിക്കാതെ പോയി. നിന്റേതല്ലോ, എന്റെ തന്നെയാണ്. ഞാനൊരു രോഗിയായതുകൊണ്ട്. രോഗം ആരുടെയും കുറ്റമല്ല. മാത്രമല്ല, ഒരിക്കൽ പോലും ഇതേക്കുറിച്ച് പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുമില്ലല്ലോ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇത്രമാത്രം സ്നേഹിക്കുന്ന അങ്ങ് ഒരു പ്രാവശ്യമെങ്കിലും എന്നോടൊന്ന് പരാതിപ്പെട്ടിരുന്നെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. It is my humble prayer to Almighty to do the good always till He takes my soul to heaven. 2 പ്രാവശ്യം ഗർഭിണിയായ എനിക്ക് ഒരിക്കൽ പോലും പ്രസവിക്കാൻ സാധിച്ചില്ല. മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയാത്ത കോൺട്രാക്ടർ പെൽവിസ് എന്ന രോഗമായിരുന്നു നിനക്ക്. അതുകൊണ്ടാണ് 2 പ്രാവശ്യവും സിസേറിയൻ വേണ്ടി വന്നത്. മരണത്തിൽ നിന്നുള്ള പുനർജന്മമായിരുന്നു എനിക്ക് ആ 2 സിസേറിയനും. പക്ഷെ രണ്ടാമത്തേതിൽ എനിക്ക് എന്റെ മകളെ ബലി കൊടുക്കേണ്ടി വന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ട് എന്താണ് കാര്യം? മക്കളില്ലാത്ത എത്രയോ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. നീ അവരെ കുറിച്ച് ഓർക്കുന്നു. ഒരു മകനെങ്കിലും ഇല്ലേ? അവനെ കുറിച്ച് ഓർത്ത് എനിക്ക് ആശ്വസിക്കാനാവുമോ? എന്തുകൊണ്ടില്ല? ഇല്ല, എനിക്കതിന് സാധിക്കില്ല. എന്റെ മകനെ തീരാത്ത ദുഃഖത്തിന്റെ കയത്തിലേക്ക് തള്ളിവിട്ട ദുഷ്ടയായ ഒരു അമ്മയാണ് ഞാൻ. മരണം വരെ ആ വേദന പകർന്നു കൊടുക്കുന്ന ദുഷ്ടയായ അമ്മ. സ്റ്റെല്ലേ, ഡോണ്ട് ബി സില്ലി. വരൂ. രമണി, നേരെ ഇരിക്കും മോളെ, ഞാൻ മുടി ചീകി തരാം. കൊച്ചമ്മ എനിക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടുന്നു. രമണി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ കൊച്ചമ്മാന്ന് വിളിക്കല്ലെന്ന്? ഓ, മറന്നുപോയി. ഓർമ്മ വെച്ച നാളിനു ശേഷം ഞാൻ ആരെയും ഇതുവരെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് 2 മക്കളെ ദൈവം തന്നു. അതിലൊന്ന് എൻ്റെ മോള്. ജനിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നു. പക്ഷേ അതിനു പകരം ദൈവം എനിക്ക് തന്നതാണ് നിന്നെ. ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ജനനത്തോടെ എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അച്ഛന്. പക്ഷേ ഞാൻ ഭാഗ്യവതിയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എല്ലാം. ദൈവം കരുണാമയനാണ് മകളെ. അപേക്ഷിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. കാഴ്ചയില്ലാത്ത എന്നെ പോറ്റാൻ എൻ്റെ അച്ഛൻ ചെയ്യാത്ത ജോലികൾ ഒന്നുമില്ല. അവസാനം തീരെ വയ്യാതായപ്പോഴാണ് ആ ഹോട്ടലിലെ വെയിറ്റർ ജോലി ഏറ്റെടുത്തത്. എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. കരയാതിരിക്കും മോളെ, കഴിഞ്ഞതെല്ലാം മറക്ക്. ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണമ്മേ. വേദനകൾ അമർത്തിക്കൊണ്ട് തന്നെ. മറക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. പലതും ഞാനും മറക്കാൻ ശ്രമിക്കുന്നു. അമ്മേ,
അമ്മയുടെ മകൻ എന്താ ഇങ്ങനെ? അവന് എല്ലാവരോടും വെറുപ്പാണ്, അവനോട് പോലും. അയ്യോ, അതെന്താ? അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ്. അമ്മയോ? അമ്മ എന്ത് ചെയ്തു? വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പറ്റിയൊരു കൈപ്പിഴയാണ് അവനെ ഇങ്ങനെ ആക്കിയത്. എന്താണ് സംഭവിച്ചത്? അന്നവൻ മുട്ടുകുത്തി നടക്കുന്ന പ്രായം. തിളച്ച ചായ താടി ഇറക്കി വെച്ചിട്ട് ഗ്ലാസ് എടുക്കുവാൻ അലമാരിയുടെ അടുത്തേക്ക് നീങ്ങിയതായിരുന്നു ഞാൻ. എന്റെ മോൻ താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം മുട്ടുകുത്തി ഇഴഞ്ഞു ചെന്ന് കാവ്യപാത്രം മറിച്ചിട്ടു. ശബ്ദം കേട്ട് ഞാൻ വന്ന് നോക്കുമ്പോ മുഖവും ദേഹവും എല്ലാം. അമ്മ കരയുന്നോ? എന്നോട് ക്ഷമിക്കൂ അമ്മേ. അമ്മയുടെ ഓർമ്മകളെ ഞാൻ ഉണർത്തി. ഞാൻ അമ്മയെ വേദനിപ്പിച്ചു. ഇല്ല മോളെ, ഈ വേദന ഞാൻ മരിക്കുന്നോടം വരെ എന്നിലുണ്ടാവും. അമ്മയല്ലേ എന്നോടിപ്പോൾ പറഞ്ഞത്, മറക്കുന്നവർക്ക് ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുന്ന. എന്നിട്ടിപ്പോ മറക്കുവാൻ ശ്രമിക്കുന്നവരും എന്നിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഓർമ്മകളാണ് അധികവും. ഓട്ടെ, സാരമില്ല. മോളിരിക്കെ, അമ്മ ഇപ്പൊ വരാം. എന്താ? പൂച്ച പാല് കുടിച്ചു. പൂച്ച പാല് കുടിക്കാൻ കണ്ടിട്ട് നീ ഇങ്ങോട്ട് വരുവാണോ? ഓടിച്ചളയാമായിരുന്നില്ലേ? രമണി, ആ ജമ്മി കള്ളനാ. അവനെ എന്റെ വാവയെ കളിച്ചു. രമണിയെ കളിച്ചോ? ഇല്ല, എന്നെ കടിച്ചില്ല. അതെന്താ രമണിയെ കളിക്കാത്തത്? അവൻ എന്നോട് സ്നേഹമുള്ളവൻ. അവൻ എന്നോട് സ്നേഹമില്ലേ? ആ, എനിക്കറിഞ്ഞുകൂടെ. അവൻ എങ്ങനെയാ രമണിയെ സ്നേഹിച്ചേ? ഞാൻ അവനെ സ്നേഹിച്ചു, അപ്പോൾ അവൻ എന്നെ സ്നേഹിച്ചു. രമണി എങ്ങനെയാ അവനെ സ്നേഹിച്ചേ? ഞാൻ അവനെ ഉപദ്രവിച്ചില്ല, അത്ര തന്നെ. വിജി എപ്പോഴും അവനെ ഉപദ്രവിക്കില്ലേ? അതുകൊണ്ടാ വിജയെ അവൻ പേടിപ്പിക്കുന്നേ. വാവ അവനെ ഉപദ്രവിച്ചില്ലല്ലോ. അത് പാവയല്ലേ, അതുകൊണ്ടാ അവൻ പേടിപ്പിച്ചേ. വാവയല്ല, എന്റെ മോന റോക്കി. ആ ശരി ശരി, വിജിയുടെ മോൻ തന്നെ. ആട്ടെ, വിജി കുളിച്ചോ? ഇല്ല, എനിക്ക് തണുക്കും. എന്നാ വാവ കുളിച്ചു. കണ്ണെഴുതി, പൊട്ട് തൊട്ട്, പൗഡർ ഇട്ട്, പൊന്നും കുപ്പായം ഇട്ട്. ആ നോയിക്ക്, എന്റെ വാവക്ക് എന്ത് പവറാ. വിജിയുടെ പാവയെ കാണാൻ എനിക്ക് കഴിയില്ല. അതെന്താ? എനിക്ക് കണ്ണില്ല. എവിടെ നോക്കട്ടെ. രമണിക്ക് കണ്ണുണ്ടല്ലോ. കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ല. അതെന്താ കാഴ്ചയില്ലാത്തത്? ചെറുപ്പത്തിലെ ഒരു സൂക്കേട് വന്ന് കണ്ണിന്റെ കാഴ്ചയെല്ലാം പോയി. എന്തിനാ സൂക്കേട് വന്നത്? ഈശ്വരൻ കൽപ്പിച്ചിട്ട്. ആരാ ഈശ്വരൻ? രമണിയുടെ ഡാഡിയാ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവത്തിന് കണ്ണുണ്ടോ? ഉണ്ട്. എന്നാലേ നമുക്ക് പോയി ഈശ്വരന്റെ അടുത്ത് ചെന്ന് രമണിയുടെ കണ്ണു വാങ്ങാലോ. ഈശ്വരനെ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. അതെന്താ? ഈശ്വരൻ സ്വർഗത്തിലാ. എവിടെയാ സ്വർഗം? അതങ്ങ് ദൂരെയാ. രമണി പോയിട്ടുണ്ടോ സ്വർഗത്തില്? ഇല്ല, ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ആർക്കും പോകാൻ കഴിയില്ല. മരിച്ചതിന് ശേഷമേ കഴിയൂ. എന്നാൽ നമുക്ക് മരിക്കാം. അപ്പൊ സ്വർഗത്തിൽ ചെന്ന് രമണിയുടെ കണ്ണു വാങ്ങാലോ. അങ്ങനെ മരിക്കാൻ പാടില്ല വിജി. ഈശ്വരൻ വിളിക്കും, അപ്പോഴേ മരിക്കാവൂ. എപ്പോഴാ ഈശ്വരൻ വിളിക്കുക? കുറെ കാലം കഴിഞ്ഞ്. അതുവരെ രമണിക്ക് കാഴ്ച ഉണ്ടാവില്ലേ? ഇല്ല. അയ്യോ പാവം. രമണിക്ക് എന്റെ പാവയെ എടുക്കണോ? ഞാൻ തരാം. തരൂ.
അയ്യോ രമണി, അങ്ങനല്ല, എങ്ങനെ? രമണി, എന്റെ വാവ കുറുക്കം വരുന്നുണ്ട്, പാടൂ. ഏത് പാട്ടാ പാടേണ്ടത്? ചാത്താങ്കോഴിയുടെ പാട്ട്. അയ്യോ, അതെനിക്കറിയില്ല വിജി. അയ്യേ, ചാത്താങ്കോഴിയുടെ പാട്ട് അറിയില്ലേ? ഈ രമണിക്ക് ഒന്നും അറിയില്ല. ഞാൻ പാടട്ടെ. ശരി, പാട്. ചാത്താങ്കോഴി ഒരു പാട്ട് പാട്, എന്തോ നാടോ കൊക്കരക്കോ. എന്റെ വാവ ഉറങ്ങിയില്ലേ രമണി? ഞാൻ വേറൊരു പാട്ട് പാടാം. പാടൂ. വിജി, വിജി, കുഞ്ഞിന്റെ കയ്യിൽ നെയ്യപ്പം അല്ല മുട്ടായി ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ വാവ ഉറങ്ങിയല്ല രമണി? ഇതാ കൊണ്ടുപോയി കിടത്ത്. ഞാൻ കിടത്തിട്ട് വരാമേ. ശരി. നീ ഏതാ പെണ്ണെ? ആരെ കാണാനാ വന്നത്? അങ്ങാരാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആരെങ്കിലും ആവട്ടെ, നീ ഏതാ? ഞാൻ ഈ വീട്ടിലെ. ഈ വീട്ടിലെയോ? അതെ. ധിക്കാരം പറയുന്നോ? ധിക്കാരമല്ല, കഴിഞ്ഞ 1 മാസമായി ഞാൻ ഇവിടെയാണ്. നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അദ്ദേഹം. ഓഹോ, അതുവരെ നീ എവിടെ ആയിരുന്നു? കുറച്ചു കാലമായി ഞാൻ അനാഥാശ്രമത്തിലായിരുന്നു. അതെന്താ? നിനക്ക് അച്ഛനോ മറ്റു ബന്ധുക്കളോ ആരും ഇല്ലേ? ഇല്ല. അങ്ങ് ഇരുന്നിട്ടില്ലെങ്കിൽ ഇരിക്കൂ. നിനക്ക് കാഴ്ചയില്ലേ കുട്ടി? ഇല്ല. എന്താ നിന്റെ പേര്? രമണി. അങ്ങാരാണ്? ഹായ്, കൊച്ചേട്ടൻ വന്നു. ചേച്ചി, കൊച്ചേട്ടൻ വന്നു. രമണി, എന്റെ കൊച്ചേട്ടൻ, നോക്കൂ. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. ഓ, സാരമില്ലെന്നേ. കൊച്ചേട്ടാ, കൊച്ചേട്ടാ, എനിക്ക് മിഠായി കൊണ്ടുവന്നിട്ടില്ലേ? എനിക്ക് ഇപ്പം വേണം മിഠായി. എനിക്കും വാവയ്ക്കും മിഠായി താ കൊച്ചേട്ടാ. കൊച്ചേട്ടാ, എന്റെ പുതിയ വാവയെ കൊച്ചേട്ടൻ കണ്ടോ? നല്ല ചേലുണ്ട്. എനിക്കും വാവയ്ക്കും മിഠായി താ. അയ്യോ, മിഠായി ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് ഇപ്പം വേണം മിഠായി. ഇത്ര വളർന്ന കൊച്ച് ചേട്ടനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നോക്കൂ, ഈ അടുത്ത് തന്നെ നിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് കല്യാണം വേണ്ട, മിഠായി മതി. നീ കയ്യിൽ നിന്ന് വിടും, ഷട്ടിലൊക്കെ അഴുക്കാകും. ഇത്ര വളർന്നിട്ട് നീ കുഞ്ഞുങ്ങളെ പോലെയാണല്ലോ. ഞാൻ ചേട്ടന്റെ വിജയല്ലേ? മോള് കൊച്ചേട്ടന്റെ കുഞ്ഞനുജത്തിയല്ലേ? അല്ല, സണ്ണിയോ? എപ്പോ വന്നു? ഞാൻ അപ്പുറമായിരുന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. മേഴ്സിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ, പറയത്തക്ക വിശേഷമൊന്നുമില്ല.
ഞാനില്ല, നീ ചെന്ന് കളിച്ചോ. വിജി പോയി കുളിക്കേ. ഇല്ല, എനിക്ക് തണുക്കും. ചൂടുവെള്ള തണുക്കില്ല, ചെല്ല. ചൂടുവെള്ളാണ് ഞാൻ കുളിക്കാം. ചേട്ടാ, ഞാൻ കുളിച്ചിട്ട് വരാമേ. ചേട്ടൻ പോകല്ലേ. ശരി, നീ ചെന്ന് കുളിച്ചിട്ട് വാ. ഇത്രയായിട്ടും അവൾക്ക് യാതൊരു മാറ്റമില്ലല്ലോ. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞ വ്യത്യാസം ഉണ്ടാവുന്ന. ആ ചേച്ചി, അക്കാര്യം പറയാൻ കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താണ്? ഞാൻ അവിടെ പോയിരുന്നു. കൊള്ളാം, തരക്കേടില്ല. ചെറുക്കൻ്റെ അപ്പന് ടിമ്പർ ബിസിനസ് ആണ്, മറ്റാരുമില്ല, ഏക മകനാണ്. ചെറുക്കൻ 2ാം വർഷം മെഡിസിന് പഠിക്കുവാന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ രൂപ 50 ലക്ഷം സ്ത്രീധനം കൊടുക്കണം. കൊടുക്കണം? 2 ആങ്ങളമാർക്കും കൂടെ ഒരേ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. ആ, അത് കൊടുക്കാം. പിന്നെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞിരുന്നില്ലേ? ചെറുക്കൻ്റെ അപ്പൻ ഇവിടെ വന്നായിരുന്നു, എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം വിജയുമായി സംസാരിക്കുകയും ചെയ്തു. ചെറുക്കൻ അവളെ കണ്ടില്ലേ? ഇല്ല, അദ്ദേഹം അവളുടെ ഫോട്ടോയുമായിട്ടാണ് പോയിരിക്കുന്നത്. ആ, ദൈവനിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ. പിന്നെ ഞാൻ അവിടെ പോയിരുന്നെന്നും എനിക്കിഷ്ടപ്പെട്ടുവെന്നും ചെന്ന് പറഞ്ഞേക്ക. ചേട്ടനെ കണ്ടിട്ട് പോയാ പോരെ? ചേട്ടൻ വൈകിട്ടല്ലേ വരൂ, വിളിച്ചു പറഞ്ഞാൽ മതി. എനിക്കാണെങ്കിൽ ഒരു യോഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകുവാൻ. എന്താ സണ്ണി, എന്ത് യോഗം ഉണ്ടായനാ? ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോയാ പോരെ? അതുകൊണ്ടല്ല ചേച്ചി, ഈ പൊതുജനം ഒന്നിനൊന്നും സമ്മതിക്കണ്ടേ? അസംബ്ലി, തൊഴിലാളി യൂണിയനും മറ്റു 100 കൂട്ടം കമ്മിറ്റികളും, എല്ലാത്തിനോട് ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ലേസൺ കമ്മിറ്റി കഴിഞ്ഞതേ ഉള്ളൂ. ഇനി DCCയുടെ മറ്റൊരു യോഗം കൂടെ ഉണ്ട്. എല്ലാം കൂടി ആയിട്ട് ഞാൻ തോറ്റിരിക്കുക. സ്വന്തം കാര്യം വിട്ടിട്ടാണോ നാട്ടുകാരുടെ കാര്യം? എന്ത് ചെയ്യാം, ഞാനൊരു പൊതുപ്രവർത്തകനായി പോയില്ലേ. ഒന്ന് നേരെ ശ്വാസം വിടാൻ പോലും ഒക്കുന്നില്ല. ചേട്ടന് ഇതിന് വല്ല കാര്യമുണ്ടോ? കോടതിക്കാര്യം മാത്രം നോക്കി നടന്നാൽ പോരെ? നിനക്കതിന്റെ ഗുണമുണ്ടല്ലോ. ഓ, എന്തോ ഗുണം? പറയുന്നവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? കിണറ്റിൽ കിടക്കുന്ന തവള വെള്ളം കുടിച്ചിട്ടാണോ കുടിക്കാതെയാണോ കിടക്കുന്നതെന്ന് ആർക്കറിയാം? ഒന്നിനൊന്നും സമ്മതിക്കില്ല ചേച്ചി ഈ പൊതുജനം. ഒന്നുമില്ലാഞ്ഞിട്ടായിരിക്കും അളിയന്റെ പേര് പുതിയ കോൺട്രാക്ട് ബിസിനസ് ഒക്കെ തുടങ്ങിയത്. അതൊക്കെ ഒരഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതേ ഉള്ളൂ. മാസം തോറും രൂപ എത്ര വേണമെന്ന് അറിയാമോ ചേച്ചി? പെട്രോളിന് തന്നെ എന്താ വില? എന്താ നിങ്ങളൊക്കെ പെട്രോളാണോ കഴിക്കുന്നത്? വണ്ടി ഓടണ്ടേ ചേച്ചി? വണ്ടി ഓടാൻ പെട്രോൾ വേണം. ആ പുതിയ ഇന്നോവയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ മൈലേജ് കിട്ടുന്നില്ല. ഏതായാലും നീ ഇരിക്ക്, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഒരു യോഗം കൂടിയിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാനുള്ള വയറ് നിനക്കുണ്ടാവും. ശരി, വേഗം വേണം, താമസിക്കരുത്. നീ ഇരിക്ക്, ഞാൻ ദാ വരുന്നു. ഹലോ, കളക്ടർ അല്ലേ? ആ, ഇത് ഞാനാ, MLA സണ്ണി വർഗീസ്. എത്ര മണിക്കാണ് കോൺഫറൻസ്? 4 മണിക്കോ? ആട്ടെ ആട്ടെ, ശരി ശരി. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ? ആ ശരി ശരി. ആ ഹലോ, യൂണിയൻ ഓഫീസ് അല്ലേ? ഇത് ഞാനാ, MLA സണ്ണി വർഗീസ്. മിസ്റ്റർ വാസു ഇല്ലേ? ആ വാസു, എന്താടോ പിക്കറ്റിങ്? കല്ലേറോ? ആരറിഞ്ഞേ? നമ്മുടെ ആൾക്കാർ തന്നെയോ?
പിന്നെ ലാത്തി ചാർജോ? എത്ര പേര് ആശുപത്രിയില്? നമ്മുടെ 8 പോലീസുകാരും. ഗുരുതരമാണോ? വാസു ഈ പോലീസുകാരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാ. ശരി, അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ആശുപത്രിയിലേക്ക് വന്നേക്കാം. ശരി. ഈ അസംബ്ലിയും സമരമൊക്കെ ഒരുമിച്ച് കൊണ്ടാൽ ഇങ്ങനെ പലതും വേണ്ടി വരൂടോ. അത് ശരിയാ. ഓക്കെ വെക്കുവാ. ഹലോ, പത്രം ഓഫീസല്ലേ? ആര്? പത്രാധിപരോ? ഗുഡ് മോർണിംഗ്. ഇത് ഞാനാ, MLA സണ്ണി വർഗീസ്. പിന്നെ ഇന്ന് നടന്ന കല്ലേറിനെ കുറിച്ചും ലാത്തി ചാർജിനെ കുറിച്ചും അറിഞ്ഞില്ലേ? വളരെ ശാന്തമായി പിക്കറ്റ് ചെയ്തിരുന്ന തൊഴിലാളികളുടെ നേരെ യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതെ, നാളത്തെ പത്രത്തിൽ തന്നെ ഫ്ലാഷ് ചെയ്തേക്കണം. പിന്നെ പോലീസിന്റെ നരനായാട്ടിനെതിരെ ഞങ്ങളുടെ തൊഴിലാളി യൂണിയൻ സംസ്ഥാനം ഒട്ടാകെയുള്ള ഒരു ബന്ദ് ആഹ്വാനം ചെയ്യുകയാണ്. അതെ, സംസ്ഥാനം ഒട്ടാകെയുള്ള ഒരു ബന്ദ്. അതും നാളെ ഫ്ലാഷ് ചെയ്തേക്കണം. വെക്കട്ടെ? ചേച്ചി, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ആ പെൺകുട്ടി ഏതാണ്? അത് നിന്റെ ചേട്ടൻ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളുടെ മകളാണ്. ഇതിനു മുൻപും ചേട്ടൻ വളരെ പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ആരുടെ മക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടില്ലല്ലോ. അവൾക്ക് ആരുമില്ല, അനാഥാശ്രമത്തിലായിരുന്നു. ഞങ്ങൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവൾ ഹിന്ദു അല്ലേ? മതമേതെങ്കിലും ആയിക്കോട്ടെ, നിരാലംബയായ ഒരു പെൺകുട്ടി. ശരി. നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നല്ലതുപോലെ ആലോചിച്ചു. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി, ഞങ്ങൾ അങ്ങനെ ചെയ്തു. എന്താണ്? ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് തോന്നരുത്. എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താ? സ്റ്റീഫൻ ദിവസവും വീട്ടിൽ വരാറുണ്ടോ? ചില ദിവസങ്ങളിൽ വരാറില്ല. എന്താണ്? എന്താണെന്ന്? നിങ്ങളൊന്നും ഈ നാട്ടിലല്ലേ താമസം? എന്താ സണ്ണി? എന്തുണ്ടാകാനാ? അവനെ കുടുംബം നശിപ്പിക്കും. നീ കാര്യം തെളിച്ചു പറ. അന്തസ്സുള്ള ഒരു കുടുംബം. പിതാവ് സെഷൻസ് ജഡ്ജ്, മകനോ കള്ള് ഷാപ്പിലും വേശ്യാലയത്തിലും. ഇതൊക്കെ സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നേ? മറ്റുള്ളവർക്ക് തല നിവർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങളതൊന്നും അറിയുന്നില്ലേ? വീടിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ല എന്നുണ്ടോ? എനിക്കറിയില്ല. നിനക്ക് അവനെ ഉപദേശിച്ചുകൂടെ? നീ അവന്റെ ഇളയപ്പനല്ലേ? അതിന് അവനെ ഒന്ന് നേരെ കണ്ടു കിട്ടണ്ടേ? ചേച്ചിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് എന്ത് ചെയ്യാനാവും? കുടുംബത്തിലെ സ്വയംപേര് നിലനിർത്താൻ പലതും ചെയ്യേണ്ടി വരും. ചൊല്ലിക്കൊടുക്ക, തല്ലിക്കൊടുക്ക, തള്ളിക്കളയോ എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് അവനെ തള്ളിക്കളയാനാവുമോ? ഞാൻ അവന്റെ അമ്മയല്ലേ? അമ്മയാണെന്ന് പറഞ്ഞിരുന്നാൽ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പോകുക. പിന്നെ വിജയുടെ കല്യാണത്തിന് പണം ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പറയും. ചേച്ചി, എന്താ വിജയ? പാവാട എല്ലാം അവിടെ വെച്ചതാണല്ലോ. ഇങ്ങനെ കുട്ടി നടക്ക്.
എന്താ ഗോപാലപിള്ളെ ഇന്ന് വൈകിയത്? മണി 10 ഇന്ന് ബന്ധല്ലേ കൊച്ചമ്മ, വണ്ടി കിട്ടിയില്ല. ഓ, പറഞ്ഞ പോലെ എന്റെ ബന്ധാണല്ലേ. കടയൊന്നും തുറന്നിട്ടില്ലേ? തുറന്ന കടകളൊക്കെ അടപ്പിക്കുക. ടൗണിൽ ആകെ ബഹളം. എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ ഒരു മുടിഞ്ഞ കാലം നിങ്ങൾക്ക് കേൾക്കണോ കൊച്ചമ്മ? പണ്ട് എൻ്റെ അപ്പനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സമരങ്ങളൊക്കെ എത്ര അഹിംസാത്മകരമായിരുന്നു. എന്നാൽ ഇന്ന് സമരമെന്ന് പറഞ്ഞാൽ ഉടനടി കത്തികുത്തും കല്ലേറും തീവെപ്പും വണ്ടിതടയിലും ഒക്കെ തന്നെയല്ലേ? വന്ന് വന്ന് രാഷ്ട്രീയം ഒരു കച്ചവടമായി ഗോപാലപിള്ളെ. അതെ അതെ. ആ, ഗോപാലപിള്ള ഒന്നറിഞ്ഞോ? വിജിയുടെ വിവാഹം ഉറപ്പിച്ചു. നേരാണോ കൊച്ചമ്മ? അതെ, അടുത്ത മാസം 26-ാം തീയതി. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തു ചെയ്യും? എന്താ ഗോപാലപിള്ളെ? ഒന്നുമില്ല കൊച്ചമ്മ. മാസം തോറും ഇനി ഇവിടുന്ന് 8000 രൂപ കിട്ടുകയില്ലല്ലോ എന്നോർത്തപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനൊന്നും വേണ്ടി വരില്ലല്ലോ. ഓ, അതായിരുന്നോ? അതെ. ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അന്യനാട്ടിൽ ജീവിച്ചിട്ട് കുട്ടികൾക്ക് എന്തയക്കാനാ? എനിക്കാണെങ്കിൽ ഇനി പെൻഷനാവാൻ 2 വർഷം കൂടിയേ ഉള്ളൂ. ഗോപാലപിള്ളക്ക് എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികളും അവറ്റകളുടെ തള്ളയും. ഇവിടുന്ന് കിട്ടുന്ന കാശ് എനിക്കൊരു ആശ്വാസമായിരുന്നു. സ്വന്തമായി വീടും മറ്റുമൊന്നും ഇല്ലേ? ഓ, 17 സെന്റ് പുരയിടമുണ്ട്. അതിൽ നിന്നൊന്നും കിട്ടാനില്ലെന്ന്. വാടക കൊടുക്കേണ്ടത് മാത്രം മിച്ചം. പെൻഷനായി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരുത്തി +2 കഴിഞ്ഞ് നിൽപ്പ് തുടങ്ങിയിട്ട് വർഷം 5 ആയി. അപേക്ഷ അയക്കല ഇപ്പോഴത്തെ ജോലി. രണ്ടാമത്തേതും മൂന്നാമത്തേതും 10ലാണ്. ഏതായാലും ഗോപാലപിള്ള വിഷമിക്കണ്ട. ട്യൂഷൻ ഇല്ലെങ്കിലും ഇവിടെ നിന്ന് മാസം തരാറുള്ള പൈസ അങ്ങ് തന്നേക്കാം. എന്റെ കൊച്ചമ്മ, നിങ്ങളെ ഗുരുവായൂരപ്പൻ രക്ഷിക്കും. ഗോപാലപിള്ള സാറേ, നമസ്തേ. അയ്യോ, എന്റെ ബലൂണ്, എന്റെ ബലൂൺ. കുഞ്ഞി കരയാതെ, ഞാൻ വീർപ്പിച്ചു തരാം. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഇനിയും വലുതാവട്ടെ, ഇനിയും. ഇനിയും വലുതായ പൊട്ടിപ്പോകും. ഇല്ല. എന്റെ ബലൂൺ പൊട്ടിച്ചേ. അയ്യോ, എന്റെ ബലൂൺ പൊട്ടിച്ചേ. വിജി, എന്താ ഇത് മോളെ? കരയാതെ, ഞാൻ വൈകിട്ട് വരുമ്പോൾ 2 വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട, എനിക്ക് ഇപ്പം വേണം. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? വൈകിട്ട് വരുമ്പോ മേടിച്ചോണ്ട് വരും. 5 വാങ്ങിക്കൊണ്ട് വരുവോ? ശരി, 5 വൈകിട്ടാവട്ടെ. ഏമാൻ പുറപ്പെടാറായില്ലേ? ആവോ, ഡ്രസ് ചെയ്യുന്നു. ഗോപാലപിള്ള സാറേ, സാർ ഇന്നലെ പറഞ്ഞു തന്നത് ഞാൻ പഠിച്ചു. ഞാൻ ചൊല്ലട്ടെ? ചൊല്ലു, കേൾക്കട്ടെ. ABCDEFG HIJK LMNOP. ഓ, എന്താ തെറ്റിയോ? ഇനിയിപ്പോ തെറ്റിയാൽ എന്താ, തെറ്റിയില്ലെങ്കിൽ എന്താ? കുഞ്ഞിവിടുന്ന് പോകാൻ പോവല്ലേ? ഞാൻ പോയില്ല. എന്ന് പറഞ്ഞാ ഒക്കിൽ. കുഞ്ഞിനെ ഇവിടുന്ന് കല്യാണം കഴിച്ച് അയക്കാൻ പോവാ. ആരാ കല്യാണം കഴിക്കുന്നേ? ദൂരെ നിന്ന് ഒരു പയ്യൻ വന്ന് കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുപോകും. വേണ്ട, പയ്യൻ എന്റെ കാര്യത്തിൽ താലി കെട്ടണ്ട. വേണമെങ്കിൽ ഗോപാലപിള്ള സാറ് കെട്ടിക്കോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞ്. ഞാൻ പറയും. അമ്മാ തായേ, അമ്മാ തായേ. പേടിയാവുന്നു. വിടൂ കുഞ്ഞെ, അതൊരു ഭിക്ഷക്കാരനല്ലേ. എനിക്ക് എന്തിനാ പേടിയാവുന്നു. ഇങ്ങനെ പേടിക്കുന്നത്? എന്താ ഇത്? വിടൂ. ആ ഭിക്ഷക്കാരനെ കണ്ട് പേടിച്ചതാ. അവക്ക് പണ്ട് മുതലേ ഭിക്ഷക്കാരെ ഭയങ്കര പേടിയാ. മോള് വാ, ഗോപാലപിള്ളെ കുടിക്ക്.
ഗോപാലപിള്ള സാറേ, ഇതെനിക്ക് തരൂ. എന്തായി? ഇതെനിക്ക് താ. വിടൂ. ഗോപാലപിള്ള സാറേ, ഇതെനിക്ക് വേണം. എന്തായി കാണിക്കുന്നേ? ഇതെനിക്ക് താ. വിടൂ. ഗോപാലപിള്ള സാറേ, എന്തായി കാണിക്കുന്നേ? എന്താ? എനിക്കത് വേണം. അതങ്ങനെ തരാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് ചേട്ടന്റെ കൂടെ കോടതി പോകണ്ടേ? വേണ്ട, പോവണ്ട, എനിക്കത് താ. പറഞ്ഞ അനുസരിച്ച്. വിജി, എന്താണിത്? അകത്ത് പോകൂ. പിള്ളേ, പെട്ടി. സ്റ്റെല്ലേ, സ്റ്റീഫൻ എഴുന്നേറ്റില്ല? ഇല്ല. മണി 10 കഴിഞ്ഞു. നാസ്റ്റി ഫെലോ. അവനോട് ഇന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറയൂ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ വീട് ഒരു ഹോസ്റ്റലായെങ്കിലും കാണാൻ പറയൂ. പറയാം. ചായ ഇല്ലായിരിക്കും. ഓ, നീ എഴുന്നേറ്റോ? എന്താ, ചത്തെന്ന് കരുതിയോ? സ്റ്റീഫൻ, നിന്റെ അമ്മയാണോ ഞാൻ? ഓ, ആണോ? എന്നാ ക്ഷമിച്ചോളൂ. എന്തിനാ മോനെ നീ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത്? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഒന്നും ചെയ്തില്ലെന്നോ? ഈ മുഖത്ത് നോക്കി പറയൂ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. മനഃപൂർവ്വമല്ലായിരിക്കാം, പക്ഷേ ഈ ജീവിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ ശിക്ഷയല്ലേ അത്? നിങ്ങൾക്കൊന്നും ചെയ്യാമായിരുന്നു. ഈ വികൃത രൂപം വരെ നടക്കുവാൻ എന്നെ അനുവദിക്കാതിരിക്കാമായിരുന്നു. സ്റ്റീഫൻ, നീ നിന്റെ വേദന പറയുന്നു. എന്നാ എന്റെ വേദനയുടെ ആഴം എത്രമാത്രമാണെന്ന് നീ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എനിക്കത് പ്രശ്നമല്ല. എന്റെ ജീവിതം ഒരു നരകമായി. അതിൽ നിന്ന് കരകയറുവാൻ കഴിയില്ലെന്നും എനിക്കറിയാം. സത്യം അതാണ്. നിങ്ങൾക്കറിയാമോ, സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചലയുന്നവനാണ് ഞാൻ. വേശ്യകൾ പോലും എന്നെ വെറുക്കുന്നു, ഒരു കുഷ്ഠരോഗിയേക്കാൾ. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. കുറ്റം എന്റേത് തന്നെ. വണ്ടി സ്റ്റീഫൻ, എവിടേക്കാണ് ടിക്കറ്റ് വേണ്ടത്? സെമിത്തേരിയിലേക്ക്. എന്നാ രമണി എവിടെ? ചേച്ചി, എനിക്ക് വിശക്കുന്നു. കാപ്പി താ. തരാം മോളെ. കാപ്പി താ ചേച്ചി. വാ. രമണി, എന്തോ? എന്നോട് ക്ഷമിക്കൂ. എല്ലാവരെയും വെറുപ്പിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. ഞാനിങ്ങനെ ആയിപ്പോയി. കണ്ണില്ലെങ്കിലും ഞാൻ ചേട്ടനെ കാണുന്നു. ഇല്ല, ആർക്കും എന്നെ കാണാൻ കഴിയില്ല. എല്ലാ കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്താണ് ഞാൻ. ചേട്ടൻ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നേ? എല്ലാവർക്കും മറ്റുള്ളവരുടെ വിഷമത്തെ കുറിച്ച് അറിയൂ. ഇവിടെ ആർക്കും എന്റെ വേദനയെ കുറിച്ച് അറിയില്ല. ദുഃഖം വിലയ്ക്ക് വാങ്ങുന്നവരോട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് വാങ്ങിയതല്ല, ഞാൻ അറിയാതെ എന്നിൽ അടിച്ചേൽപ്പിച്ചതാണ്. ഒന്നും മനഃപൂർവ്വമല്ല എന്ന് അറിഞ്ഞുകൂടെ? മനഃപൂർവ്വമല്ലായിരിക്കാം, പക്ഷേ അവർക്കൊന്നും ചെയ്യാമായിരുന്നു. എന്നെ കൊന്നുകളയാമായിരുന്നു. ചേട്ടാ, ഈശ്വരൻ അല്ലാതെ ആർക്കും ആരെയും കൊല്ലാൻ പാടില്ല. ആർക്കും ആരെയും കൊല്ലാൻ പാടില്ല. ചേട്ടൻ അല്പമെങ്കിലും ആശ്വാസം പകരാൻ കഴിയുമെങ്കിൽ. ഇല്ല, ആർക്കും എന്നെ ആസ്വദിപ്പിക്കാൻ കഴിയില്ല. എന്റെ ഹൃദയം ഒരു അഗ്നിപർവ്വതമാണ്. അത് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ എനിക്ക് മരിച്ചെങ്കിൽ മാത്രമേ ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. വികാരങ്ങൾക്ക് അടിമപ്പെടലല്ല, അതിനെ നിയന്ത്രിക്കലാണ് ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ ഗോളം ശൂന്യമാണ്. രമണിക്കറിയാമോ, ഈ ലോകത്ത് എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല. ഞാൻ ചേട്ടനെ സ്നേഹിക്കുന്നു. എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും. നിനക്ക് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത് പറയില്ലായിരുന്നു. ഏതാണ്ട് 1 മാസമായില്ലേ ഞാൻ ഇവിടെ വന്നിട്ട്. ചേട്ടന്റെ ഹൃദയം ഞാൻ കാണുന്നു. എന്റെ കുറവുകളെ ചേട്ടന് ഇഷ്ടമാണെങ്കിൽ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
എന്റെ വേദനകളെ പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എല്ലാ വേദനകളും ഇങ്ങനെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതിലും നല്ലത് അതിൽ പങ്കുചേരാൻ എന്നെ അനുവദിക്കൂ ചേട്ടാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. രമണി, ഈ അനുകമ്പയ്ക്ക് പോലും ഞാൻ അർഹനല്ല. സ്നേഹമയ്യായ ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. രമണി, ഞാനൊരു ചെകുത്താനാണ്. സ്റ്റീഫൻ, കൂട്ടുകാരോ വന്നിട്ടുണ്ട്, അകത്ത് പോ. രമണി, ഞാൻ പാട്ട് വെക്കട്ടെ? ശരി, വെക്ക്. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ. ഒരു വാക്കിനു മകളെ നീ എങ്കിലും അരികിൽ ഞാനിന്നും, മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ് പിരിയാതെ. അഴകേ വാ അരികേ വാ, മലരേ വാ തിരികെ വാ, അഴകേ വാ. രമണി, പാട്ട് തീർന്നു? ഇല്ല, ഇനിയും ഉണ്ടാകും. ഇല്ല, തീർന്നു. ഹായ് ഫോൺ ചേച്ചി, ഫോൺ. ഹലോ, ഹായ്, എന്തൊരു ശേല പറയുന്നുണ്ട്. ഹലോ, മിസ്സസ് ആണ്. 7 മണിക്കല്ലേ ലയൺസ് ക്ലബില്? ആ, പറഞ്ഞേക്കാം. സ്റ്റീഫൻ പോയോ രമണി? എന്താ മോളെ ആലോചിക്കുന്നത്? എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? വളരെയധികം ആലോചിച്ചാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. കാര്യം പറ മോളെ. എനിക്ക് മാമോദിസ മുങ്ങണം. എന്താണ് മോൾക്കിപ്പോ അങ്ങനെ തോന്നാൻ? മറ്റൊന്നുമല്ല, 8-9 മാസമായി ഞാൻ അനാഥാശ്രമത്തിലായിരുന്നല്ലോ. അവിടെ വെച്ച് ക്രിസ്തുമതത്തെയും അതിൻ്റെ തത്വങ്ങളും പഠിച്ചു. ഇപ്പോൾ അതൊരാവശ്യമായി തോന്നുന്നു. നിനക്ക് നിന്റെ വിശ്വാസങ്ങളോടെ ഇവിടെ കഴിയാമല്ലോ മോളെ. അതുകൊണ്ടല്ല, പിന്നെ ഞാൻ തുറന്നു പറയാമല്ലോ. ധിക്കാരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് സ്റ്റീഫൻ ചേട്ടനെ ഇഷ്ടമാണ്. നേരാണ് മോളെ ഈ പറയുന്നത്? അതെ അമ്മേ, നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ സ്റ്റീഫൻ ചേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. എന്റെ മോളെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. സിഗരറ്റ്? ഓ, നോ താങ്ക്സ്. കേട്ടോ മിസ്റ്റർ ജോൺസൺ, ഞാൻ വലിക്കില്ല. ഈ അന്തസ്സുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ഈ മനുഷ്യർ ചെയ്യുന്ന ഓരോ ബാഡ് ഹാബിറ്റ്സാണ് ഈ സിഗരറ്റ് വലിയൊക്കെ. ഈ സിഗരറ്റ് ഒരു അത്യാവശ്യ കാര്യമൊന്നുമല്ല, എനിക്ക് അതൊരു ഹാബിറ്റുമല്ല. ഞാൻ മിസ്റ്റർ ജോൺസനെ പറ്റി പറഞ്ഞതല്ല, പൊതുവെ എന്ന് പറഞ്ഞത് മാത്രം. ഈ വക ദുശീലങ്ങൾക്കൊന്നും ഞാൻ എൻ്റെ പണം ചെലവാക്കില്ല. ഇതിലൊക്കെ എന്തിരിക്കുന്നു? നോനോ, കേട്ടിട്ടില്ലേ? പല തുള്ളി പെരുവെള്ളം. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു വ്യക്തി
ഞാൻ തന്നെയാണ്. ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ ഈ ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിള്, എൻ്റെ 24-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് അതൊന്ന് കാണുന്നത്. പിന്നെയും 2 വർഷം വേണ്ടി വന്നു അതൊന്ന് രുചിച്ചറിയാൻ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആപ്പിള് കിട്ടാൻ പ്രയാസമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഒരു നല്ല മുണ്ടുടുക്കുവാൻ, ഒരു നല്ല ഷർട്ട് ഇടാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? പറയൂ. എൻ്റെ ഫാദർ ഒരു പൂവർ ഫെല്ലോയായിരുന്നു, കൂടാതെ ഡ്രങ്കാർഡുമായിരുന്നു. ഞാൻ അധ്വാനിച്ച് ഇന്ന് ഈ നിലയിലെത്തി. മറിച്ച് ഞാൻ എൻ്റെ ഫാദറിനെ പോലെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ആലോചിച്ചു നോക്കണം. ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളായതുകൊണ്ട് എനിക്ക് രൂപാണയിൽ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. ചേട്ടാ ചേട്ടാ, എന്റെ വാങ്ങക്കൊരു തൊപ്പി വാങ്ങിത്തരുവോ? ചേട്ടൻ നാളെ വാങ്ങിത്തരാം. നീ പകത്ത് പോകും, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. ചേട്ടാ നാളെ വാങ്ങിത്തരൂ കേട്ടോ. കണ്ടോ, ഇതാണ് ഇവളുടെ പ്രകൃതം. ഇതൊക്കെ കുട്ടിക്കളി, അല്ലാതെന്താ? അവസാനം അവരുടെ എല്ലാം ഏകോപിച്ചുള്ള അഭിപ്രായം ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞാൽ മാറുമെന്നാണ്. വളരെ ശരിയാണ്. വിവാഹം കഴിഞ്ഞ് ഭ്രാന്ത് വരെ മാറിയ സംഭവങ്ങൾ എനിക്കറിയാം. നല്ലൊരു ചെറുപ്പക്കാരന് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രൊഫസർ രാമചന്ദ്രൻ പീറ്ററിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. മിസ്റ്റർ ജോൺസൺ, എന്റെ മകനായത് കൊണ്ട് പറയല്ല, ഇത്ര അന്തസ്സുള്ള ചെറുപ്പക്കാരൻ ഈ ലോകത്ത് വേറെ കാണിയല്ല. അല്ല, പീറ്ററുമായി എന്നാണ് ഇങ്ങോട്ടൊന്ന് വരിക? ഓ, അവൻ ഇനി ഉടനെ ഇങ്ങോട്ട് കാണിയ. അതെന്താ? അവൻ 2nd ഇയർ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. MBBS ആണേ പഠിക്കുന്നേ. അപ്പോൾ അവനിങ് വരികയില്ല? ഓ, വരികയില്ല. ഞാൻ നിശ്ചയിക്കുന്ന വിവാഹത്തിന് അവൻ എതിർ നിൽക്കുകയില്ല എന്ന് അവൻ എനിക്ക് എഴുതിയായിരുന്നു. മിസ്റ്റർ പോത്തച്ചൻ, നമ്മുടെ ഒന്നും ചെറുപ്പകാലമല്ല ഇത്. കാരണവന്മാർ തീരുമാനിക്കുന്ന വിവാഹത്തിന് മക്കള് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അവിടെയാണ് മിസ്റ്റർ ജോൺസന് തെറ്റുപറ്റിയത്. എന്റെ മകൻ ഞാൻ നിശ്ചയിക്കുന്ന വിവാഹത്തിന് എതിർ നിൽക്കുകയില്ല. മാത്രവുമല്ല, വിജിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഏത് നിമിഷവും വിവാഹം ഉറപ്പിക്കാൻ അവൻ എനിക്ക് ബ്ലാങ്ക് ചെക്ക് എഴുതിയിരുന്നു. ഓ, ഐ സി. അങ്ങനെയെങ്കിൽ നല്ലത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഷുവർ. ഇതാ നാം പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുക 50 ലക്ഷത്തിന്റെ ചെക്ക്. 50 പവൻ സ്വർണവും പണി കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇതാ ചെക്ക് കൈപ്പറ്റിയതിനുള്ള രസീത്. ഇതെന്തിനാണ്? എല്ലാ കാര്യവും ബിസിനസ് അടിസ്ഥാനത്തിൽ കാണുന്നവനാ ഞാനെന്ന് പറഞ്ഞല്ലോ. ഇതൊരു ബിസിനസ് അല്ലേ? അത് ശരി. പിന്നെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്താണ്? വിരുന്ന് കഴിക്കൽ ആദ്യം എന്റെ വീട്ടിൽ വെച്ചായിരിക്കും. അത് ആദ്യം ഇവിടെ വെച്ചല്ലേ നടത്തണ്ടേ? നോ നോ, ഇതിലും ചില ബിസിനസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നേ. പിന്നെ പോത്തച്ചനോട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. എന്താണ്? വാട്ട് ഇസ് ദ മാറ്റർ? വിജയുടെ വിവാഹത്തോടൊപ്പം എന്റെ മകന്റെ വിവാഹം കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങള് രൂപാണയിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങി അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യത്തിലും ഞാൻ ലാഭമോ നഷ്ടം നോക്കാറില്ല. ഓ ആട്ടെ, ഏതാണ് പെൺകുട്ടി? പേരും കുടുംബവും ഒന്നുമുള്ള പ്രശസ്തിയായ പെൺകുട്ടിയൊന്നും അല്ല. പെൺകുട്ടിയുടെ പേരെന്താണ്? രമണി. ഒരു പക്ഷേ പോത്തച്ചനറിയും. ആ, കണ്ണു കാണാൻ മേലാത്ത കൊച്ച്. അതെ. എനിക്ക് താങ്കളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങ് കോടതിയിൽ നീതിമാനായ ന്യായാധിപനാന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ താങ്കളെ കാണാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. Truth is the way, grace is the goal. നിങ്ങൾ തീർച്ചയായും അതിൽ വിജയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you very much. ഓ, ടൈം ഈസ് വെരി ഓവർ.
ആട്ടെ, ഇറങ്ങുന്നു. മിസ്സിസിനെ വിളിച്ചാൽ കൊള്ളായിരുന്നു. സ്റ്റെല്ലേ, സ്റ്റെല്ലേ, എന്തോ വരൂ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി. എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അമ്മയില്ലാത്ത കുഞ്ഞാണവൾ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സ്നേഹിച്ചും ലാളിച്ചുമാണ് അവളെ വളർത്തിയത്. അവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. എന്നെയല്ല, എന്റെ മകനെ. പിന്നെ അമ്മയില്ലെങ്കിൽ എന്താ, ഒരു വർഷം കഴിയുമ്പോൾ അവൾ അമ്മയാവില്ലേന്ന്. ആട്ടെ, ഞാൻ ഇറങ്ങുന്നു. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ. ശരി. എന്തായാലും വിവാഹം കഴിഞ്ഞാലേ ഒരു സ്വസ്ഥത ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? 1 മാസം ലീവ് എടുക്കണം. എന്നിട്ട് സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി കുറച്ചു നാൾ താമസിക്കണം. ഈ വയസ്സാം കാലത്തോ? വയസ്സായെങ്കിൽ എന്താ, നമ്മൾ തന്നെയല്ലേ. സ്റ്റെല്ലേ, ഈ 25-ാം തീയതി ലയൺസ് ക്ലബിൽ വെച്ച് ഡോക്ടർ മോഡിയുടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. നമുക്ക് രമണി എവിടെ നിന്ന് കാണിക്കാം. സ്റ്റീഫനെ വിളിക്കൂ. അവൻ പുറത്തു പോയിരിക്കുക. ഇനിയെങ്കിലും അവന്റെ പഴയ സ്വഭാവം ഒന്ന് മാറ്റാൻ പറയും. ജീവിതം ഒരു തീവണ്ടി യാത്രയാണ്. തോന്നുന്നിടത്തേക്ക് ഇറങ്ങാനൊക്കില്ല. അത് നിർത്തുന്നിടത്തേ ഇറങ്ങാവൂ. അവനോട് പറഞ്ഞേക്കൂ. അങ്ങേക്ക് പറഞ്ഞൂടെ? അവൻ ഇങ്ങനെ ആയത് നീ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു? അമിതമായ സ്നേഹവും വാത്സല്യം നൽകി അവനെ. ഞാൻ പറയുന്നില്ല, എല്ലാ കുറ്റവും എന്റെ തന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്റ്റീവൻ, ഇവിടെ വരൂ. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാനൊന്ന് പുറത്തു പോയി. മൈ ബോയ്, ദിസ് ഈസ് നോട്ട് ലൈഫ്. മരണത്തിലേക്കുള്ള യാത്രക്കിടയിൽ വളരെയേറെ കാര്യം നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. എങ്കിലേ മനുഷ്യ ജീവിതം സഫലമാകും. അതിന് ഞാനെന്ത് വേണം? എന്ത് വേണമെന്നോ? വേണ്ടതൊന്നും നീ ഇതുവരെ ചെയ്തിട്ടില്ല. നിന്നെ പഠിക്കാൻ അയച്ചു, പക്ഷെ പഠിക്കാതെ റൗഡിസം കാണിച്ച് അവിടുന്ന് പുറത്തു പോന്നു. നിന്നെ പെറ്റു വളർത്തി നിന്റെ അമ്മയ്ക്ക് ഒരു നിമിഷമെങ്കിലും നീ സ്വസ്ഥത നൽകിയിട്ടുണ്ടോ? ഇതൊന്നും പോരാ. ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്നോട് ക്ഷമിക്കൂ. നിങ്ങളെ ആരെയും വേദനിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്ത് ചെയ്യാം, ഞാനിങ്ങനെ ആയിപ്പോയി. ആയതല്ല, നീ സ്വയം അങ്ങനെ ആക്കി മാറ്റിയതാണ്. നിന്റെ ജീവിതം കൊണ്ട് നിനക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നന്മയ്ക്ക് വേണ്ടി ആശിച്ചു, പക്ഷെ നീ ഒരു ശാപമായി തീർന്നു. ഡാഡി, ഇല്ല ഡാഡി, ഞാൻ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും. മോനെ, കഴിഞ്ഞതെല്ലാം മറക്ക്. തെറ്റ് തിരുത്താൻ നോക്ക്. അന്ധയായൊരു പെൺകുട്ടിയാണ് അവൻ. ആ ജീവിതം കൂടി നോക്കേണ്ടവനാണ് നീ. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. You can go. ചേട്ടാ, ഞാൻ ഈ കേട്ടത് സത്യമാണോ? നീ എന്താ കേട്ടതെന്ന് അറിയാതെ ഞാൻ എന്നാ പറയും? സ്റ്റീഫന്റെ വിവാഹമാണോ? ഓ, അതാണോ? നിന്നെ ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. നീ സ്ഥലത്തുണ്ടായിരുന്നില്ല. നിന്റെ ഭാര്യ പറഞ്ഞില്ലേ? എവിടെ നിന്നാണ്? ഏത് തറവാടിൽ നിന്നാണ്? മനുഷ്യവർഗത്തിൽ നിന്ന്. അവളുടെ ജാതി ഏതാണ്? സ്ത്രീ. ചേട്ടൻ എന്നെ ആക്ഷേപിക്കുകയാണോ? അല്ല, സത്യം പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ചേട്ടനെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനുഷ്യത്വം എന്ന വികാരം. ഈ തീരുമാനം പുറത്തുള്ളവരറിഞ്ഞാൽ എന്ത് പറയുമെന്ന് ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ? എന്ത് പറയാൻ? ചിലര് ചിരിക്കും, മറ്റു ചിലര് കഷ്ടമെന്ന് പറയും. അതെന്താ? ചേട്ടനതൊന്നും പ്രശ്നമല്ലായിരിക്കും, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? എന്താകാൻ? അവരും ജീവിക്കും, അല്ലാതെന്താ? പറയാൻ എളുപ്പമാണ്, പക്ഷെ മാന്യതയുള്ള ഒരു കുടുംബവുമായി അവർക്കിത് ബന്ധപ്പെടാൻ ഒക്കുവോ?
ഈ മാന്യതയുടെ അടിസ്ഥാനം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ക്രിസ്ത്യാനി പെൺകുടിയെങ്കിലും അയാൾ മതിയായിരുന്നു. സണ്ണി, ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്ത്യാനി എന്ന പേരിന് പോലും അർഹതയില്ലാത്തവരല്ലേ നാം? ജന്മം കൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയതുകൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിന്റെ ആദർശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. തത്വങ്ങളൊന്നും ചേട്ടൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ല, ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഓർമ്മിപ്പിക്കത്തൊക്കെ വേണം. ഞാൻ എന്ത് ചെയ്തു? നിന്റെ മനസാക്ഷിയോട് ചോദി, അത് പറയും അതിനുള്ള ഉത്തരം. ഓ, ഒരു പുതിയ ജോൺ പുണ്യവാളൻ. ഞാൻ പുണ്യാളനൊന്നുമല്ല, ആവുകയുമില്ല. പക്ഷേ സത്യമാണ് എന്റെ മാർഗം, നന്മയാണ് എന്റെ ലക്ഷ്യം. അപ്പോ ഈ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? മാറ്റാവുന്ന തീരുമാനങ്ങൾ ഞാൻ എടുക്കാറില്ല. വിജിയുടെയും സ്റ്റീഫന്റെയും വിവാഹങ്ങൾ നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. എങ്കിൽ ഈ വിവാഹങ്ങൾക്കൊന്നിനും ഞാനും എന്റെ കുടുംബവും പങ്കെടുക്കില്ല. ഇപ്പോ ഇവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചേക്കാം. നീ അടുത്ത് മാറ്റാവുന്ന ബന്ധമാണോ നാം തമ്മിലുള്ളത്? എന്ത് പറഞ്ഞാലും ശരി, ഇനി വീട്ടിൽ ഞാൻ കാലെടുത്ത് കുത്തില്ല. Please listen. Put out the fire before it spreads. സ്റ്റീഫന്റെ വിവാഹത്തിന് നീ പങ്കെടുത്തില്ലെങ്കിലും വിജി നിന്റെ സഹോദരിയാണ്. ഞാൻ അതിൽ പങ്കെടുക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ആ വിവാഹം ആദ്യം നടത്തും. എന്നിട്ടാകാം സ്റ്റീഫന്റെ. രണ്ടും ഒന്നിച്ച് നടത്താനാണ് തീർച്ചപ്പെടുത്തിയത്. മാത്രമല്ല, ആ കുട്ടിക്ക് മാമോദീസ നൽകുകയും ബിഷപ്പിന്റെ പ്രത്യേക അനുമതിയോടെ പള്ളിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തില്ലേ? അതിനിപ്പോ എന്താ? ഇതിനു മുൻപും വിവാഹത്തിന്റെ അന്ന് മാറ്റിവെക്കപ്പെട്ടിട്ടില്ലേ പല വിവാഹങ്ങളും? പക്ഷേ ഇക്കാര്യത്തിൽ അതിന്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി ചേട്ടൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും ഈ കുടുംബത്തിൽ ഞാൻ കാലെടുത്ത് വെക്കില്ല. അതിനു മുമ്പ് നീ മരിച്ചാലോ? ഞാൻ മരിച്ചാൽ അതെനിക്കൊരു പ്രശ്നമില്ല. എല്ലാം ഞാൻ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യും? വിഷമിക്കാൻ ഒന്നുമില്ല, എല്ലാം നേരെയാകും. ഡാഡി, ഇളയപ്പൻ? സാരമില്ലെന്നേ, തെറ്റ് മനസ്സിലാകുമ്പോൾ തിരുത്തിക്കൊള്ളും. ആ സ്റ്റീഫ, നീ ഇന്ന് നമ്മുടെ ലയൺസ് ക്ലബിൽ രമണിയുടെ പേരൊന്ന് രജിസ്റ്റർ ചെയ്യണം. എന്തിന്? ഈ വരുന്ന 25-ാം തീയതി ഡോക്ടർ ബോഡിയുടെ ഒരു ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് രമണി അവിടെ നിന്ന് കാണിക്കാം. വേണ്ട സ്റ്റീവൻ. മോനെ, ഡാഡി, രമണിക്ക് കണ്ണില്ല എന്നറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അതെ. അവളെ ആരെയും കാണിക്കേണ്ട. കാര്യം എന്താണ്? അതൊന്നും എന്നോട് ചോദിക്കരുത്. ഒരുപക്ഷെ അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാലോ മോനെ? അവൾക്കൊരിക്കലും കാഴ്ച തിരിച്ചു കിട്ടരുത്. സ്റ്റീവൻ, എന്താണ് മോനെ കാര്യം? ഇനി എന്നോടൊന്നും ചോദിക്കരുത്. രമണിക്ക് കാഴ്ച വേണ്ട. അവളെ ഡോക്ടറെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നെവർ അലോ ദാറ്റ്. പീറ്ററേ, മോനെ പീറ്ററേ, നീ കണക്കൊന്ന് കേട്ടോളൂ. ഏത് കണക്ക്? നിന്റെ വിവാഹത്തിന് ഞാൻ ചെലവാക്കിയ കണക്ക്. അതെന്തിനാ എന്നോട് പറയുന്നത്? ആയിഷ്, നിന്റെ വിവാഹത്തിന് ഞാൻ ചെലവാക്കിയ കണക്ക് നിന്നോടല്ലാണ്ട് ഈ നാട്ടുകാരോട് ഞാൻ പറയണോ? അതിപ്പോ ഞാൻ അറിഞ്ഞിട്ട് എന്തിനാ? അതൊക്കെയുണ്ട്. നീ എനിക്ക് തിരിച്ചു തരേണ്ട പണമാണ്. തിരിച്ചു തരികയോ? എപ്പോ? ധൃതിപ്പെടണ്ട. നീ MBBS പാസ്സായി കഴിഞ്ഞ് ഓരോ മാസവും നിശ്ചയ തുക നീ തന്നാ മതി. എത്ര രൂപയുണ്ട്? കണക്കൊക്കെ ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ ഇതുപോലെ ബിസിനസ് ആയിട്ടാണോ കാണുന്നത്?
തീർച്ചയായും വിവാഹം ഒരു നല്ല ലാഭക്കച്ചവടമാണ്. ഈ നിലയ്ക്ക് ഞാൻ അപ്പച്ചന്റെ മകനായതും ഒരു ലാഭക്കച്ചവടമായിരിക്കും. വളരെ ശരിയാണ്. മറിച്ച് നീ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഭീമമായ നഷ്ടം വന്നേനെ. നിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവളൊരു പെൺകുട്ടിയെ പ്രസവിക്കാത്തതിന് ഞാൻ കുറെ നന്ദി പറഞ്ഞിട്ടുള്ളതാ. സ്വന്തം മക്കളെ കച്ചവട കണ്ണുകളോട് കാണുന്ന വേറെ പിതാക്കന്മാരാരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് മോനെ നിനക്ക് തെറ്റ് പറ്റിയത്. ലോകത്തിലെ എല്ലാ തന്തമാരും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അവരാരും എന്നെ പോലെ ഈ പുറത്തു പറഞ്ഞ് നടക്കുന്നില്ല എന്ന് മാത്രം. തൻ്റെ കുട്ടികൾ തനിക്ക് ഉതകുന്നവരല്ല എന്നറിയാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എത്ര ഭ്രൂണഹത്യകൾ നടക്കുമെന്ന് നിനക്കറിയാമോ? എനിക്കതൊന്നും അറിയണ്ട. നീ അറിയണം. നീ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വസ്തു. പണമില്ലാത്തവൻ പുഴുത്ത പട്ടിണയിലും താഴ്ന്നവനാ. പണമുണ്ടെങ്കിൽ വേറെ എന്തും താനെ വന്നുകൊള്ളും. അപ്പച്ചന്റെ ഫിലോസഫി ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നീ മനസ്സിലാക്കണം മോനെ, മനസ്സിലാക്കിയേ പറ്റൂ. നിനക്കറിയാമോ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് കൊതിച്ചിട്ടുണ്ട്. ദൈവസഹായം കൊണ്ട് നമുക്ക് ഇന്നും അന്തസ്സായി തന്നെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഉണ്ട്. എന്താണ് അതിന് കാരണം? അപ്പച്ചനെല്ലാം കച്ചവട കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടായിരിക്കും. വളരെ ശരിയാണ്. ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം. ഇന്ന് നിന്റെ കല്യാണമായിരുന്നു അല്ലേ? അതെ. ഇപ്പോൾ ഈ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും അപ്പച്ചനും. പിന്നെ പിന്നെ എടാ പൊട്ട വിജിയും. അതെങ്ങനെ സംഭവിച്ചു? എനിക്കറിഞ്ഞൂടാ. പിന്നെ ചിലരൊക്കെ പറഞ്ഞു പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന്. അതല്ല അതിന്റെ ശരി. ഇന്ന് ഞാൻ അവരെ ഉച്ചഭക്ഷണത്തിനാ വിളിച്ചത്. അതും ബന്ധം പിരിയാൻ പറ്റിയില്ലാത്ത ഏതാനും ചിലരെ വിളിച്ചുള്ളൂ. അതും മധ്യാഹ്ന ഭക്ഷണത്തിന്. ഓഹോ, അപ്പോൾ അപ്പച്ചൻ എന്നെ സഹായിച്ചതാണല്ലേ? തീർച്ചയായും. എന്റെ മകനായ നിന്നെ ഞാനല്ലാണ്ട് വേറെ ആരാടാ സഹായിക്കേണ്ടത്? പിന്നെ നീ കണക്കൊന്ന് കേട്ടോളൂ. ശ്രീധരൻ കിട്ടിയ 50 ലക്ഷം രൂപ നിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ പലിശ വെച്ച് നിനക്ക് നിന്റെ പഠിപ്പ് തുടരാം. പിന്നെ വിവാഹ ചെലവ് 10-20 ലക്ഷം രൂപയുണ്ട്. അത് നിന്റെ പേരിൽ ചെലവ് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ മൊത്തം എത്ര രൂപ തരണം അപ്പച്ചന്? അതൊക്കെ ഞാൻ പ്രത്യേകം പറയാം. ത്രാണി നിനക്കുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ആ വേലക്കാരിയില്ലേ, അവളെ ഞാൻ പറഞ്ഞു വിട്ടു. അതെന്തിന്? നിന്റെ ഭാര്യ ഇവിടെ ഉള്ളപ്പോ എന്തിനാ വേറൊരു വേലക്കാരി? അപ്പച്ചാ, അവളിന്നിവിടെ വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും. എടാ ഏതൊക്കെ ആയാലും അവൾ ഒരു ദിവസം ഇത് ശീലിക്കേണ്ടതാ. 2 ആഴ്ച നേരത്തെ ശീലിക്കട്ടേനെ. 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് മതിയായിരുന്നു വേലക്കാരിയെ പിരിച്ചുവിടാൻ. പോരാ പോരാ. നീ കേട്ടിട്ടില്ലേ, അനാവശ്യ ചെലവുകൾ ദുർവ്യയമാണ്. കുടി കുടുംബത്തെ കെടുത്തും. നാളേക്ക് വേണ്ടി കരുതി വെക്കുക. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം. മണി 10 കഴിഞ്ഞു. എനിക്കൊന്ന് ഉറങ്ങണം. ഓ, നിന്റെ ഉറങ്ങാനുള്ള പിന്നിലെ ചേതോവികാരം എനിക്ക് മനസ്സിലാകും. ആട്ടെ, നമുക്ക് പിരിയാം. പിന്നെ 2 കാര്യം. നിനക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കി തരാനൊന്നും എന്നെ കൊണ്ട് സഹിച്ചില്ല. അതുകൊണ്ട് നീ തന്നെ ഒരുക്കിക്കോണം. പിന്നെ അവളുണ്ടല്ലോ, ആ വിജി, അവള് ചെറുതാ. അവളെ നീ വേദനിപ്പിച്ചേക്കല്ല. വല്ലാത്തൊരു മനുഷ്യൻ. എനിക്ക് കുറച്ച് വെള്ളം വേണം. കുറച്ച് വെള്ളം. ഇതെന്താണിത്? ചോദിച്ചിട്ട് ഞാൻ കുടിക്കാനാണ് ചോദിച്ചത്. കുടിച്ചോളൂ. അവിടെ ക്ലാസ് ഒന്നുമില്ലേ? അറിഞ്ഞൂടാ. എന്തിനെങ്ങനെ ഭയപ്പെടുന്നത്? എനിക്ക് പേടിയാ. ആരെന്നെയോ? എന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ ബിജുയുടെ ഭർത്താവല്ലേ? അല്ല, മണവാളനാ. ഓ, നിന്റെ ഒരു തമാശ. ചേച്ചി പറഞ്ഞു ഞാൻ മണവാളനും ഞാൻ മണവാട്ടിയും വീട്ടിലെ മണവാളനുമാണെന്ന്. എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ? കുഞ്ഞുങ്ങളെ പോലെ. ഞാൻ കുഞ്ഞല്ലേ? വിജി, ഇന്നു മുതൽ നമ്മൾ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. എനിക്ക് വിജയ് ഇഷ്ടമായി. വിജിക്ക് എന്നെ ഇഷ്ടമായോ? എനിക്ക് പേടിയാ. എന്തിന്? പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും നമുക്കൊരു സ്വർഗീയ ജീവിതം നയിക്കാം. പിന്നെ എൻ്റെ അപ്പച്ചൻ പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. എല്ലാം ബിസിനസ്സിലൂടെ കാണുകയുള്ളൂ. എന്നാലും നല്ലവനാണ്. വിജി,
ഇങ്ങോട്ട് അടുത്ത് വരൂ. ഇല്ല, വരില്ല. മണവാളിന് റോക്കി മോനെ ഇഷ്ടമല്ലല്ലോ. ഞാനങ്ങ് പോരാൻ നോക്കിയപ്പോ റോക്കി മോനെ എടുത്തതാ. അപ്പൊ ചേച്ചി പറഞ്ഞു മണവാളിന് റോക്കി മോനെ ഇഷ്ടാവില്ലെന്ന്. റോക്കി മോനോ? അതാരാ റോക്കി മോൻ? എന്റെ മോൻ. മോനോ? അയ്യേ, ഈ മണവാളിന് ഒന്നും അറിയില്ല. അപ്പച്ചാ, അപ്പച്ചാ, മോളെ, നീ എന്തിനാ കരയുന്നു? അപ്പോഴേക്കും ഇവൾ നിന്നെ വേദനിപ്പിച്ചോ? ഇതൊരു ചതിയായി പോയ അപ്പച്ചാ. എന്ത് ഇവളുടെ കരച്ചിലോ? അയ്യോ അപ്പച്ചാ, ഇവളൊരു അമ്മയാണെന്ന്. നേരാണോടി ഇത്? ആ, ജിമ്മി കടിക്കാതിരിക്കാൻ ഞാൻ എന്റെ മോനെ അലമാരയുടെ മോളിൽ വെച്ചിരിക്കുക. മോനോ? ആ, അതെന്റെ പഴയ മോനാ. ഞാൻ കറിഞ്ഞിട്ട് ചേട്ടൻ പുതിയത് എനിക്ക് വാങ്ങിത്തന്നു. ഈ മോൻ മോൻ എന്ന് പറയുന്നത് ഒരു ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാവയാ? ആ, അതെ അതെ. എടാ പണ്ട, ഇതിനാണോ ഇത്രയും ബഹളം വെച്ചതും എന്നെ എഴുന്നേൽപ്പിച്ചതും? കാര്യം തെളിച്ചു പറയാ അപ്പച്ചാ. എടാ, ഈ പാവ പാവ എന്ന് പറയുന്നത് ഒരടി നീളമുള്ള പാവയാടാ പൊട്ട. അപ്പച്ചാ, ഇവൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? ഇനി ഇവളെന്താ ഇങ്ങനെ? എടാ അതോ വിജയ്, നീ ബക്കറ്റ് എടുത്ത് അതോട്ട് പോകും. എടാ, അവളുടെ മനസ്സ് അല്പം ഇളയതാ, ഈ കുഞ്ഞുങ്ങളെ പോലെ. എന്ന് വെച്ചാൽ ബുദ്ധിക്ക് വികാസം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളെ പോലെ. അപ്പച്ചന് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു? തീർച്ചയായും. മിസ്റ്റർ ജോൺസണും മിസ്സിസ് സ്റ്റെല്ലയും ഈ കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പച്ചൻ എന്നെ കരുതി കൂട്ടി വഞ്ചിക്കുമായിരുന്നല്ലേ? വഞ്ചനയോ? ഇതിൽ വഞ്ചനയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ നന്മ വർഷിച്ചതാകും. തീർച്ചയായും. 50 ലക്ഷം രൂപ സ്ത്രീധനവും 50 പവൻ സ്വർണ്ണാഭരണവും കിട്ടാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എന്റെ മകനായ നിനക്കില്ല. നീ ഹാഫ് ഡോട്ടർ അല്ലേടാ. അവൾക്ക് ബുദ്ധിക്ക് മാത്രമല്ലേ കുറവുള്ളൂ, വേറൊന്നിനും കുറവില്ലല്ലോ. അപ്പച്ചന് വലിയ ലാഭമുള്ള ബിസിനസ് നടത്തിയതാണ് എനിക്ക് വേണ്ടി. തീർച്ചയായും. എന്താ സംശയം? എന്നാൽ അപ്പച്ചനും ധരിച്ചോളൂ, ഇങ്ങനെ ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ച എന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, നിന്റെ തന്തയായ ഞാനാണ്. ജീവിക്കേണ്ടത് ഞാനാണല്ലോ. ഞാൻ നിശ്ചയിക്കുന്ന ജീവിതമേ നിനക്ക് വേണ്ടു. ഇല്ല, ഈ ഒറ്റ കാര്യത്തിൽ മാത്രം ഞാൻ അപ്പച്ചനെ അനുസരിക്കില്ല. ഇന്ന് പള്ളി വെച്ച് പലരും എന്നെ നോക്കി അടക്കിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. എടാ, ചിരിക്കേണ്ടവർ ചിരിക്കും, കരയേണ്ടവർ കരയും. നീ ജീവിതകാലം മുഴുവൻ ചിരിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. ഈ പൊട്ടിപ്പെണ്ണിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ചിരിക്കാൻ കഴിയില്ല അപ്പച്ച. എടാ, അത് നിന്റെ വെറും ബാലിശമായ തോന്നലാണ്. നിന്നേലും കൂടുതൽ പാഠങ്ങൾ പഠിച്ചവനാ ഞാൻ. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ഭാര്യ വേണ്ട. അപ്പോൾ നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ? തീർന്നാലും ഇല്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. എന്റെ അനുവാദമില്ലാതെ നീ അവളെ കൊണ്ടേയാക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളെ അവിടെ കൊണ്ടുപോയാക്കും. ചിന്തിക്കാരി, അനുസരണയില്ലാത്തവൻ. ഞാൻ അവളെ കൊണ്ടുപോയാക്കും. അവൾക്ക് എന്നെ പോലെ ഒരു പുരുഷനല്ല വേണ്ടത്, ഒരു പാവയാണ്. ഈ നാടകം അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ നന്ദിയുടെ ഒരു വാക്ക്. ആദ്യമായി പോരായ്മകളെ നന്മകളാക്കി മാറ്റി രംഗവേദിയിൽ ഈ നാടകം എത്തിക്കുന്നതിന് അനുഗ്രഹം നൽകിയ മികവുകളുടെ ഉടയവൻ നല്ല ദൈവത്തിനു നന്ദി. ഈ നാടകത്തിന് അവസരമൊരുക്കി വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ നയിച്ച ബഹുമാനപ്പെട്ട ജോസഫ് മുത്തനാട്ടച്ചന് നന്ദി. ഞങ്ങളുടെ ഒപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയ ബഹുമാനപ്പെട്ട ജോസഫ് നരുതൂക്കിലച്ചന് നന്ദി. ഞങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട തോമസ് പാറക്കിലച്ചന് നന്ദി. ഞങ്ങളുടെ ഈ നാടകം കണ്ട്
ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും നന്ദി. ഞങ്ങൾക്കൊപ്പം ഈ വേദിയിൽ താങ്ങും തണലുമായി കൂടെ നിന്ന എല്ലാ 3-ാം വർഷ സഹോദരന്മാർക്കും 2-ാം വർഷ സഹോദരന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ നാടകം കണ്ട് അതിനെ വിജയമാക്കി തീർത്ത എല്ലാ സഹോദരന്മാർക്കും കൃതജ്ഞതയർപ്പിക്കുന്നു. ഈ നാടകത്തിനു ജീവൻ കൊടുത്തവർ സംവിധാനം ബ്രദർ ചെറിയാൻ പുതുമന, അഭിനേതാക്കൾ ജോൺ വർഗീസ്, ബ്രദർ ചാക്കോ പള്ളിപ്പറമ്പിൽ, സ്റ്റെല്ല ജോൺ, ബ്രദർ സെബാസ്റ്റ്യൻ മൂഴയിൽ, സണ്ണി വർഗീസ്, ബ്രദർ ജോൺ പോൾ മൂലയിൽ, സ്റ്റീഫൻ ജോൺ, ബ്രദർ ജോസഫ് പുരയിടത്തിൽ, രമണി, ബ്രദർ ജേക്കബ് ചേരാടിക്കൽ, വിജി, ബ്രദർ ജോസഫ് കുമ്പുക്കൻ, പോത്തച്ചൻ, ബ്രദർ ചെറിയാൻ പുതുമന, ഗോപാലപിള്ള, ബ്രദർ തോമസ് ചിറ്റേട്ട്, പീറ്റർ, ബ്രദർ മാത്യു പുതുപ്പറമ്പിൽ, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ബ്രദർ ജോസഫ് കളപ്പുരയ്ക്കൽ, ബ്രദർ ജോൺ പോൾ കൊടക്കനാൽ, ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ബ്രദർ മാനുവൽ നരിക്കുഴിയിൽ, ബ്രദർ തോമസ് പുന്നത്താനിയിൽ, മ്യൂസിക് ബ്രദർ കുര്യാക്കോസ് മുകളേപ്പറമ്പിൽ, ബ്രദർ ജോസഫ് ഇടശ്ശേരിൽ, മേക്കപ്പ് ബ്രദർ മൈക്കിൾ കുരങ്കുത്തിമാക്കൽ, ബ്രദർ ജോസഫ് ചെരിയൻകാലായിൽ, ക്യാമറ ബ്രദർ തോമസ് വളയത്തിൽ. നാടകം തുടരുന്നു. ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. എന്തു പറഞ്ഞു? ഡോക്ടർ എന്തു പറഞ്ഞു? എന്താണ് മോളെ? നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കില്ല അമ്മേ. ഡോക്ടർ എന്തു പറഞ്ഞു? അവൾക്ക് കാഴ്ച കിട്ടണമെങ്കിൽ ആരെങ്കിലും കണ്ടുദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന്. എന്റെ മോളെ, നിനക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ മുൻപിലെ വെളിച്ചം നഷ്ടപ്പെട്ടു. ഞാൻ പലതും ആശിച്ചു. എന്റെ ജീവിതത്തിന് വെളിച്ചം കിട്ടിയതുപോലെ എന്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കരയാനോ മോളെ? എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഒരാൾക്ക് നൽകില്ല. ഇല്ല അമ്മേ, ഞാൻ കരയില്ല. മോൾ ഇവിടെ ഇരിക്കെ, അമ്മ ഇപ്പൊ വരാം. ഡോക്ടറെ കാണാൻ പോകേണ്ട എന്ന് പറഞ്ഞതിന് അപ്പോഴുണ്ടായിരുന്നു, ഇപ്പോഴില്ല. ചേട്ടന് എന്നോട് പരിഭവമുണ്ടോ? എന്തിന്? ചേട്ടൻ പറഞ്ഞതനുസരിക്കാതെ ഡാഡിയുടെ കൂടെ
ഡോക്ടറിനെ കാണാൻ പോയതിന് ഡാഡിയും മമ്മിയും പറഞ്ഞാൽ അനുസരിക്കണ്ടേ? വേണം. വെളിച്ചം ഒരിക്കൽ കാണാൻ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് പോയതാ. രമണി, നിനക്കതിന് ഭാഗ്യമില്ലാതെ പോയല്ലോ. ആരെങ്കിലും കണ്ണ് ദാനം ചെയ്യാൻ തയ്യാറായാൽ എനിക്ക് കാഴ്ച കിട്ടും. അതിന് ആരെങ്കിലും തയ്യാറാകുമോ ചേട്ടാ? എനിക്കറിഞ്ഞൂടെ രമണി. ചേട്ടൻ കരയുന്നോ? ഇല്ല. ആശിക്കാൻ ഒന്നുമില്ലായിരുന്ന എനിക്ക് ഒരു ജീവിതം തന്നത് ചേട്ടനാണ്. എനിക്ക് കണ്ണില്ലെങ്കിൽ എന്താ, എന്റെ ചേട്ടൻ ഉണ്ടല്ലോ എന്റെ കൂടെ. രമണി, നിനക്ക് കാഴ്ച കിട്ടരുതെന്ന് ഈ നിമിഷം വരെ ആഗ്രഹിച്ചവനാണ് ഞാൻ. നിനക്ക് കാഴ്ച കിട്ടിയാൽ നീ എന്നെ കണ്ടാൽ. ഇല്ല ചേട്ടാ, ചേട്ടനെ വെറുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. കാരണം ചേട്ടന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യം ഞാൻ കാണുന്നു. നിങ്ങൾ ആരും എന്താ ഒന്ന് മിണ്ടാൻ നിൽക്കുന്നത്? ഇരിക്കേ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത വലിയ തെറ്റായി പോയി. വിജി നമ്മുടെ ഏക സഹോദരിയാണ്. അവൾക്ക് ഈ ജന്മം ഇനിയൊരു വിവാഹം ഉണ്ടാവുകയില്ല. അവളോടുള്ള കടമയെങ്കിലും നിനക്ക് നിർവഹിക്കാമായിരുന്നു. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഇനി ആരും ഇവിടെ സംസാരിക്കണ്ട. സണ്ണി ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. അല്ല, നീ എന്താ പ്രത്യേകിച്ച് വന്നത്? ചേട്ടാ, ഞാൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. ദൈവം പോലും എനിക്കെതിരാണ്. കാര്യം എന്താണ്? ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഞാൻ പത്രം വായിച്ചിട്ട് 2 ദിവസമായി. കാര്യം എന്താന്ന് പറയേ. ആ കടമാൻകുടി ബ്രിഡ്ജിന്റെ കോൺട്രാക്ട് എനിക്കായിരുന്നല്ലോ. 10 കോടിയായിരുന്നു എസ്റ്റിമേറ്റ്. പക്ഷേ 8 കോടി രൂപയ്ക്ക് പണി പൂർത്തിയായി. എന്നിട്ട് പാലം ഒടിഞ്ഞു വീണു. ഇതിലിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാ നീ പറയുന്നത്? പണം തന്ന് സഹായിക്കാനാണെങ്കിൽ എന്റെ കയ്യിലില്ല. പണം എന്റെ കയ്യിലുണ്ട്, പക്ഷേ അതല്ല പ്രശ്നം. പിന്നെ ജനങ്ങളാകെ പ്രക്ഷോഭവും സമരവുമാണ്. വേണ്ടത്ര കമ്പിയും സിമന്റും ഉപയോഗിച്ചിട്ടില്ലെന്നും ഒരു പരസ്യാന്വേഷണം വേണമെന്നുമാണ് അവരുടെ ഡിമാൻഡ്. ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാ നീ പറയുന്നത്? ചേട്ടൻ വിചാരിച്ചാൽ എന്നെ ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. എങ്ങനെ? ഗവൺമെന്റ് ഒരു എൻക്വയറി കമ്മീഷനെ നിയമിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്, നമ്മുടെ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. കോൺട്രാക്ട് അളിയന്റെ പേരിലായതുകൊണ്ട് ജനങ്ങൾ ആരും ഒന്നും അറിയില്ലെന്ന് അവർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അവരുടെ തീരുമാനം? അതും അവർ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഉത്തരവുണ്ടാകും. ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇതുവരെ നീ പറഞ്ഞില്ല. കമ്മീഷനായി നിയമിക്കുന്നത് ചേട്ടനെയാണ്. ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നറിയാവോ ഈ തീരുമാനം അവരെ കൊണ്ട് എടുപ്പിച്ചത്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഇല്ല, ഞാനത് ഏറ്റെടുക്കില്ല. ചേട്ടാ, സാധ്യമല്ല. ചേട്ടൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകും. ഇല്ല, എനിക്കതിന് കഴിയില്ല. ഞാൻ ചേട്ടന്റെ അനുജനായതുകൊണ്ടാണോ? അല്ല. പിന്നെ ഈ നിയമനം ഞാൻ സ്വീകരിച്ചാൽ തന്നെ സത്യസന്ധമായ റിപ്പോർട്ടായിരിക്കും ഗവൺമെന്റിന് നൽകുക.
അതുകൊണ്ട് തന്നെ നിനക്ക് കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അപ്പോ ചേട്ടൻ എന്നെ സഹായിക്കില്ല അല്ലേ? ഒന്നുമല്ലെങ്കിലും ഒരപ്പന്റെ അമ്മയുടെ മക്കളാണെന്ന് ഓർത്തിട്ടെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ഇല്ല അനുജ, നിന്റെ സ്ഥാനത്ത് നമുക്ക് ജന്മം നൽകി നമ്മുടെ പിതാവായിരുന്നെങ്കിൽ പോലും ഞാനത് ചെയ്യില്ല. കാരണം ട്രൂത്ത് ഈസ് ദ ഗോൾ, ഗ്രേസ് ഈസ് ദ വേ. ഓ, 21ാം നൂറ്റാണ്ടിൽ ഒരു ഹരിചന്ദ്രൻ. എന്താ നിനക്ക് സംശയമുണ്ടോ? ഇതുവരെ എന്റെ മാർഗം തെറ്റിയിട്ടുമില്ല, തെറ്റുകയുമില്ല എന്ന് ധൈര്യമായി പറയാമോ? Of course, I am the judge. You judge me. ഞാൻ തെളിവ് തന്നാലോ? നിനക്കതിന് കഴിയില്ല. എനിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. എന്താണ്? പറയൂ, കേൾക്കട്ടെ. രമണിയുടെ അച്ഛനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് സത്യം മനസ്സിലാക്കിയിട്ടായിരുന്നോ? മുൻപിൽ വന്ന തെളിവുകൾ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടും. ആ തെളിവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് ഞാനാണ്, മനഃപൂർവ്വം. ഇതിനുവേണ്ടി നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ. സണ്ണി, അതെ, അവനെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പോലീസിനെ, സാക്ഷികളെ സ്വാധീനിച്ചു. ഞാൻ അവർക്ക് വേണ്ടവോളം പണം കൊടുത്തു. അപ്പോൾ ആ വേശ്യയെ, സ്ത്രീയെ കൊന്നത് സ്റ്റീഫൻ ആയിരുന്നു. പക്ഷേ സ്റ്റീഫന്റെ വികൃത രൂപം നേരിൽ കണ്ടപ്പോൾ ആ സ്ത്രീ സമ്മതിച്ചു. കാമവരകൊണ്ട് അവൻ അവളെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് മൃഗീയമായി അവന്റെ വികാരം ശമിപ്പിച്ചു. ആ കൊലപാതകം നേരിൽ കണ്ടവർ ആരും ഉണ്ടായിരുന്നില്ല. കൃത്യം കഴിഞ്ഞ് അവൻ നേരെ എന്റെ അടുക്കലാണ് വന്നത്. എന്റെ സഹോദരന്റെ ഏക മകനാണെന്ന ഒറ്റ കാരണത്താൽ ഞാൻ അവന് അഭയം നൽകി. പക്ഷേ നിങ്ങളുടെ മനസാക്ഷിയായിരുന്നു എന്റേതെങ്കിൽ ഇന്ന് ആ മകന്റെ പൊടി പോലും കാണുകയില്ലായിരുന്നു. നിരപരാധി ശിക്ഷിക്കപ്പെട്ടു, അതും എന്റെ മകൻ കാരണം. Get out! ഞാനീ കേട്ടത് സത്യമാണോ? ഡാഡി, എന്നോട് ക്ഷമിക്കൂ ഡാഡി. എന്താണിത്? എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായി ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു, അതും എന്റെ മകൻ കാരണം. എന്റെ മുൻപിൽ കാണരുത്. അങ്ങ് ശാന്തനാകൂ, ഞാനല്ലേ പറയുന്നത്. രാജി കൊടുക്കുവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മറ്റു പോംവഴിയൊന്നുമില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരായിരുന്നോ? ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. നിയമം അംഗീകരിച്ച ഒരാരാച്ചാരാണ് ഞാൻ. പക്ഷേ എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ എനിക്ക് മാപ്പ് ലഭിക്കുകയില്ല. ഇനിയും ഞാൻ ഈ ഉദ്യോഗത്തിൽ തുടർന്നാൽ തന്നെ നിരപരാധികളായ പലരെയും എനിക്ക് ശിക്ഷിക്കേണ്ടി വരും. ഇല്ല, എനിക്കതിന് കഴിയില്ല. എല്ലാം അങ്ങയുടെ ഇഷ്ടം. ശാന്തമായി ഒഴുകുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടേത്. എത്ര പെട്ടെന്നാണ് തിളയ്ക്കുന്ന ഇതുപോലുള്ള തിരമാലകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചതെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്ത് ചെയ്യാം? Almighty knows. Thank God. Thank
ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. രമണി എന്ത് ചെയ്യുന്നു? ഇന്നലെ രാത്രി ഇതറിഞ്ഞപ്പോൾ മുതൽ കിടന്ന കരച്ചിലാണ്, എഴുന്നേറ്റിട്ടില്ല. ആരും അഭയമില്ലാത്ത ഒരു പാവ കുട്ടിയാണ് അവൾ. നീ അവളെ ആശ്വസിപ്പിക്കണം. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് മനസ്സ് വേദനിക്കരുതെന്ന് പറയണം. ഇതൊക്കെ എന്നോട് പ്രത്യേകിച്ചെടുത്ത് പറയാനുണ്ടോ? നീ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളിപ്പോൾ വന്നതാ? വിജയ് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളും എന്റെ അപ്പച്ചനും കൂടി നടത്തിയ ഗൂഢാലോചന എനിക്ക് മനസ്സിലായി. ഇവൾക്ക് ഒരു ജീവനില്ലാത്ത പാവം വാങ്ങിക്കൂടെ? അതാണ് നല്ല. Oh my God! സ്റ്റീഫൻ കുഞ്ഞെവിടെ? കാര്യമെന്താ പിള്ളേ? എവിടെ സ്റ്റീഫൻ? എവിടെ? എവിടെ സ്റ്റീഫൻ കുഞ്ഞെവിടെ? അവൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. കാര്യമെന്താ പിള്ളേ? ആ നെടുമ്പള്ളിക്കാര് സ്റ്റീഫനെ കൊല്ലാൻ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റീഫനെയോ? എന്തിന്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും സ്റ്റീഫൻ സൂക്ഷിക്കണം. ജസ്റ്റിസ് ജോൺ വർഗീസ് അല്ലേ? അതെ. ഇത് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകൻ സ്റ്റീഫൻ ജോൺ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. വി ആർ റിയലി സോറി. ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാനായില്ല. മരണനേരത്ത് സ്റ്റീഫൻ രമണി എന്നൊരു പെൺകുട്ടിയെക്കുറിച്ചും അവൾക്ക് തൻ്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. അതിനുശേഷം സ്റ്റീഫൻ കണ്ണു തുറന്നിട്ടില്ല. Thank you.